അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന 14 നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും ഇറാന് യോജിക്കാൻ കഴിയുമെന്ന തരത്തിൽ ഒരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ നാസർ? വിദേശത്തിലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ നിന്ന് അവർ വ്യക്തമാക്കുന്നത് നേരത്തെയും ഒരു നയതന്ത്ര പ്രശ്ന പരിഹാരത്തിന് ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് എല്ലാ ഘട്ടങ്ങളിലും കൈക്കൊണ്ടത്. 2015 വൻശക്തി രാജ്യങ്ങളുമായി ചേർന്ന് ആണവ കരാർ രൂപപ്പെടുത്തുന്ന ഘട്ടത്തിലും ഇതേ നിലപാട് തന്നെയായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഡിപ്ലോമസിയുടെ വഴിയിലൂടെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിനെ മറയാക്കി മാറ്റുകയും എന്നിട്ട് ഏകപക്ഷീയമായിട്ടുള്ള കടന്നാക്രമണം തങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടത്തുക, നിരന്തരമായിട്ട് ഈ വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കുക, അതാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഹോർമസ് കടലിടുക്കും പരിസര പ്രദേശങ്ങളിലും രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസ്യത നഷ്ടം അമേരിക്കയുമായിട്ടുള്ള ഈ ചർച്ചകളിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന തിട്ടൂരങ്ങളും അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കടുത്ത ഉപാധികളും അംഗീകരിച്ചുകൊണ്ട് അവർക്ക് മുമ്പാകെ കീഴടങ്ങുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു പരമാധികാര രാജ്യം എന്നതിലേക്ക് ഇറാന്റേതായിട്ടുള്ള താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമായിരിക്കും മുന്നോട്ട് പോവുക. അതുകൊണ്ട് പുറമെ നിന്നുള്ള അടിച്ചേൽപ്പിക്കലുകളും ഉപാധികൾ മുന്നോട്ട് വെക്കലും അത് തങ്ങൾ അംഗീകരിക്കുകയില്ല. അതോടൊപ്പം തന്നെ അന്ത്യശാസനം നൽകിക്കൊണ്ട് ഇന്ന സമയത്തിനുള്ളിൽ ഇന്നേക്കകം തന്നെ തീരുമാനം അറിയിക്കണം എന്നതുൾപ്പെടെയുള്ള അത്തരം തിട്ടൂരങ്ങളും തങ്ങൾ തള്ളുന്നതായിട്ടാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവും അല്പം മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആണവ വിഷയം തന്നെയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു സമയപരിധി വരെ വേണമെങ്കിൽ അത് മാറ്റിവെക്കാമെന്നൊരൊറ്റ നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ എത്തി നിൽക്കുന്നത്. അതേസമയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കക്ക് കൈമാറണമെന്ന ആവശ്യം അത് പൂർണ്ണമായിട്ടും ഇറാൻ നിരാകരിച്ചിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന അതേ ഭീഷണി തന്നെയാണ് ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ട്രംപ് ഏറ്റവും അവസാനം നടത്തിയ പ്രതികരണത്തിലും വ്യക്തമാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്നൊരു കരാറിൽ എത്തണം എന്ന ഒരു ഡിമാൻഡ് കൂടി ട്രംപ് ഏറ്റവും അവസാനമായിട്ട് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെയും ഇറാനെയും അറിയിച്ചിട്ടുണ്ട്. കരാർ വൈകുകയാണെങ്കിൽ കുറെ കൂടി കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന പതിവ് പ്രകോപനപരമായിട്ടുള്ള മുന്നറിയിപ്പ് ഇത്തവണയും ട്രംപ് നൽകിയിട്ടുണ്ട്. പക്ഷേ മേഖലയിലെ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേരണമെന്നാണ്. പക്ഷേ അത് ട്രംപ് ഭരണകൂടത്തെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് വലിയൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ട്രംപിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ്. കാരണം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ പ്രധാനമന്ത്രിയും വ്യക്തമാക്കുന്നത് ഇനിയും ഇറാന് ഉള്ളിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ തങ്ങൾക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതുകൊണ്ട് യുദ്ധം പുനരാരംഭിക്കുകയല്ലാതെ ഇറാനുമായിട്ടുള്ള ചർച്ചയുടെയോ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രശ്നപരിഹാരവും അല്ല ഈ ഘട്ടത്തിൽ വേണ്ടതെന്ന പ്രതികരണമാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി നൽകുന്നത്. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഒരു സമവായ നീക്കത്തിലേക്ക് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രശ്നപരിഹാരത്തിലേക്ക് വരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അത് വരുന്നില്ല എങ്കിൽ കൂടുതൽ ആവൽക്കരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അടുത്ത 1-2 ദിവസത്തിനുള്ളിലെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നതോടുകൂടി ഒരു കരാറിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്ന ഒരു പ്രതീക്ഷയാണ് പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. വിനീഷ. ശരി, MCA നാസറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.